എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം ഞാനൊരു സ്വീറ്റ് ആയിട്ടാണ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുതുവർഷമായിട്ടും ഒരു സ്വീറ്റ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. 2021 എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വർഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 2022 എല്ലാവർക്കും നല്ല വർഷമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് 2 ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂസാണ്. അതായത് ന്യൂട്ടെല്ല വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൂസ്. ന്യൂട്ടെല്ല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ന്യൂട്ടെല്ല മൂസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ന്യൂട്ടെല്ല മൂസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതിലാണോ വിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗള് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി എടുത്ത് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ഈ ബ്ലേഡ് രണ്ടും ഇതേപോലെ തന്നെ ഫ്രീസ് ചെയ്യുക. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന ബൗളിലോട്ട് നല്ല തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം വിപ്പായി കിട്ടും. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്വീറ്റ്നെസ് ഇല്ലാത്ത ക്രീമാണ്. സ്വീറ്റായ ക്രീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ വാനില എസൻസും ഷുഗറും ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഷുഗറും വാനില എസൻസും ഒഴിച്ചു കൊടുക്കണം, കാരണം ഇതിൽ സ്വീറ്റ്നെസ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ ഈ ബൗള് ഫ്രീസറിൽ വെക്കാൻ മറന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗളിന്റെ താഴെ വലിയൊരു ബൗളിൽ ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ ഇട്ടതിന് ശേഷം ഈ ബൗൾ അതിന്റെ മുകളിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോഴും ഈ ക്രീം നല്ല തണുത്തിരിക്കും കേട്ടോ. നമുക്കിത് ആദ്യം തന്നെ ചെറിയ സ്പീഡിൽ ഒന്ന് വിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീഡിയം സ്പീഡിലോട്ട് മാറ്റാം. കുറച്ചൊന്ന് വിപ്പായതിനു ശേഷം മാത്രം ഇതിലോട്ട് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. ഐസിങ് ഷുഗർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഹാൻഡ് മിക്സർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വിസ്ക് ഇല്ലേ, ആ വിസ്ക് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ വിസ്ക് വെച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും, കൈവേദന എടുക്കും. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ ഒരു ഹാൻഡ് മിക്സർ വാങ്ങിക്കണം ഏറ്റവും ബെസ്റ്റ്. നമുക്ക് എപ്പോഴും ഉപയോഗമുള്ള ഒരു സംഭവമല്ലേ. അല്ലെങ്കിൽ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ, അത് ഉപയോഗിച്ചാലും മതിയാവും. ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ട കുറച്ച് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗറിന്റെ അളവ് നിങ്ങൾക്ക് നിജപ്പെടുത്താം. അതായത് ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ന്യൂട്ടെല്ലയാണല്ലോ ചേർക്കുന്നത്. അപ്പം ന്യൂട്ടെല്ലയിലും അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്വീറ്റ് ആക്കണ്ട. അപ്പം നമുക്ക് ഇതിലേക്ക് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാലോ ഷുഗർ ഇനി വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പം എപ്പോൾ വേണമെങ്കിലും ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, എന്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കണം, എന്നാലാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വരുള്ളൂ. ഇനി നമുക്ക് വീണ്ടും വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോ സ്പീഡിൽ നിന്ന് മീഡിയം സ്പീഡിലോട്ട് പതുക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ പീക്സ് ആവണം, തിക്കായി മാറണം എന്ന് ചുരുക്കം. അപ്പം നമ്മളിതിങ്ങനെ കമത്തിയാലും ഈ ക്രീം ഒന്നും പോകില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി വിപ്പിംഗ് നിർത്താം. ഇനി കൂടുതൽ വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടാണ് നമ്മൾ ന്യൂട്ടെല്ല മിക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹോം മെയ്ഡ് ന്യൂട്ടെല്ലയാണ്. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ന്യൂട്ടെല്ല തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി കുറേ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ല. പക്ഷെ എന്താ ചെയ്യാനാ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ന്യൂട്ടെല്ല ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്ടെല്ല നമ്മുടെ ക്രീമിലോട്ട് ഒഴിച്ചതിന് ശേഷം പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് ഓവർ മിക്സിങ് പാടില്ല. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്നെസ്സും ആ ഒരു എയർ, ഇതിൽ ഇപ്പം നമ്മൾ ഫുൾ എയർ ആണ്, അതിൻ്റെ ആ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പം മൂസ് എന്നുള്ളത് മാറി വേറെ രീതിയിലോട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ന്യൂട്ടെല്ല നമ്മൾ ചേർക്കുന്നതിൻ്റെ അളവ് ഡിപ്പെൻസ്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് നോക്കട്ടെ. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ടെക്സ്ചറൊക്കെ വ്യത്യാസമായിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ന്യൂട്ടെല്ല ഇത്രയും ലൂസായിട്ടുണ്ടാവില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ന്യൂട്ടെല്ല ആണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടെല്ലയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ക്രീം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് പതുക്കെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ അളവിലേക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഫി ഫ്ലേവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഇൻസ്റ്റന്റ് കോഫി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഈ ന്യൂട്ടെല്ലയുടെ ഫ്ലേവർ ഒന്ന് മുന്നോട്ട് നിൽക്കും. ഇതാ ഞാനിവിടെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളൊന്ന് രുചിച്ച് നോക്കുക. സ്വീറ്റ്നെസ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ന്യൂട്ടെല്ല അതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു മീഡിയം മധുരമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് സ്വീറ്റ്നെസ് താല്പര്യമില്ല. ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലോട്ട് നമുക്ക് ഇതങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നോർമലായിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പൊ ചെറിയ ചെറിയ ഗ്ലാസ്സുകളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഉള്ള ഏത് ഗ്ലാസ്സിലാണോ അതിൽ നമുക്ക് മൂസ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ്സിലോട്ട് ആ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മുടെ മൂസ് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ആണെങ്കിലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിലോട്ട് ചൂടുള്ള ചോക്ലേറ്റ് ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് വരില്ല. ഇപ്പോൾ എന്താ പറയാ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഒരു പണിയില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങിക്കുക. ന്യൂട്ടെല്ല ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ന്യൂട്ടെല്ല വാങ്ങിക്കുക, ഇതുപോലെ വിപ്പ് ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സെർവ് ചെയ്യാം. പിന്നെ അതിന്റെ മുകളിലുള്ള അലങ്കാരപ്പണികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഇതിലോട്ട് വിപ്പ്. ഇത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് മുകളിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് ചുമ്മാ വിപ്പിംഗ് ക്രീം ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മൂന്ന് ഒരേപോലത്തെ ഇതിലും ഒരു ചെറിയ ഗ്ലാസ്സിലും ഇങ്ങനത്തെ ടൈപ്പ് ഗ്ലാസ്സിലും മാത്രമേ ഉള്ളൂ. ചെറിയൊരു പോർഷനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പൊ നിങ്ങൾക്ക് പാർട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുശേഷം എപ്പോഴാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഡ്രിസിൽ ചെയ്തിട്ടോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി റാസ്ബെറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് അലങ്കരിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷേവിങ്സ് ഇട്ട് കൊടുത്താലും നന്നായിരിക്കും. ഇത് ഞാൻ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ വെറുതെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് നല്ലൊരു ബ്രൈറ്റ് കളറിന് വേണ്ടിയിട്ട് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റൊന്നും കൂടെ ആവാനുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതെടുത്ത് കാണിച്ചു തന്നത്. മറ്റേത് അപ്പോൾ ശരിക്കും ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നന്നായിരിക്കുക. മൂസിൻ്റെ ടെക്സ്ചർ കാണുന്നുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടേസ്റ്റിനേക്കാൾ അപ്പുറത്ത് ടേസ്റ്റിയാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിൽ പറയേണ്ട വേർഡ് ഈസി എന്നുള്ളതാണ്. പിന്നെ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വിപ്ഡ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വിപ്പ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. അപ്പൊ വിപ്ഡ് ക്രീമും ഈ ന്യൂട്ടെല്ലയും വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് 2 ഇൻഗ്രീഡിയൻറ്റ് മൂസ് എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറയാ, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു ഐസ്ക്രീമിന്റെ വേറൊരു വെർഷനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർ ഈസി ആയിട്ടുള്ള നമ്മുടെ മൂസ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഫൈനൽ പ്രസന്റേഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാനതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഇട്ടുണ്ടാന്ന് പിള്ളേർ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് വിപ്പിംഗ് ക്രീം ഇട്ടിട്ടില്ല. പിന്നെ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രോബെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. കാരണം വിപ്പിംഗ് ക്രീം ഇടുമ്പോൾ അതും കൂടുതൽ ഇതും ക്രീം തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഓവറായിട്ട് അങ്ങ് മത്ത് പിടിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രസന്റേഷന് വേണ്ടി ഇട്ടിട്ടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ന്യൂട്ടെല്ല മൂസ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉമ്മലി ഒരുപാട് പേര് കണ്ടിട്ടില്ല. അത് നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് നമ്മുടെ ന്യൂ ഇയറിന് തൊട്ട് മുമ്പത്തെ ദിവസം ഇട്ടുണ്ടായിരുന്നതാണ് ഉമ്മലി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്